KPC രാഷ്ട്രീയകാര്യ സമിതി യോഗം തുടരുകയാണ്. PV അൻവറിന്റെ UDF പ്രവേശനവും കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അവിടെ പാർട്ടിക്കുള്ളിൽ ഐക്യം വേണം എന്ന് യോഗത്തിൽ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നു. സലിം, യോഗത്തിന്റെ ഒരു അജണ്ട എന്താണ്? ഇതുവരെ ചർച്ചയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? സലിം. ഹഷ്മി, രാഷ്ട്രീയകാര്യ സമിതി യോഗം ആരംഭിച്ചിട്ട് 4 മണിക്കൂറിലധികമായി. വലിയ നിലയിൽ അത് ആ യോഗം നീണ്ടുപോവുകയാണ്. കാരണം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഏറെക്കുറെ വളരെ കാലത്തിന് ശേഷമാണ് രാഷ്ട്രീയകാര്യ സമിതി KPCCയിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും സംസാരിക്കാൻ നിരവധി വിഷയങ്ങളുണ്ട്. നിലവിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഈ സ്ഥലത്തില്ലാത്തതിനാൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നത്. രമേശ് ചെന്നിത്തല ആ യോഗത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ഐക്യം വേണമെന്ന അഭിപ്രായം ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടോടെ നേരിടണം, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നൊരു അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത്. നേരത്തെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി തർക്കമുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല യോഗത്തിൽ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്. മാത്രമല്ല മറ്റു പല വിഷയങ്ങളും ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഉയരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയാണ് യോഗം തുടങ്ങിയത്. ഈ ഒറ്റക്കെട്ടായി തന്നെ നേരിടണം എന്ന മുന്നറിയിപ്പ് ദീപാദാസ് മുൻഷി നൽകി. അതിന് പിന്നാലെ നേതാക്കന്മാർ ഓരോരുത്തർക്കും പല വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ചും PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ച് പ്രശ്നങ്ങളടക്കം തെരഞ്ഞെടുപ്പുകളടക്കം വിശാലമായ ചർച്ചയിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിക്കുകയാണ്.